ഹായ് ഓൾ. അപ്പോൾ നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള ഇൻറ്റർഫറൻസ് എന്ന പാർട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളതിനകത്ത് ഇൻറ്റർഫറൻസ് ഇൻ തിൻ ഫിലിംസിൻ്റെ ഡെറിവേഷൻ പഠിച്ചു, ദെൻ എയർ വെഡ്ജ് പഠിച്ചു, ന്യൂട്ടൺസ് റിങ് പഠിച്ചു അല്ലേ. അതിൻ്റെ എല്ലാം എങ്ങനെയാണ് ഡാർക്ക് ബാൻഡും ബ്രൈറ്റ് ബാൻഡും ഫോം ചെയ്യുന്നതെന്ന് പഠിച്ചു. ഡാർക്ക് ബാൻഡിൻ്റെ പൊസിഷൻ കാണാനുള്ള അല്ലെങ്കിൽ ഡയമീറ്റർ കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു. അതേപോലെ ബ്രൈറ്റ് ബാൻഡിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ ഡയമീറ്റർ കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു. ഇനി നമ്മൾ ആ ഇക്വേഷൻസ് വെച്ചിട്ട് പ്രോബ്ലം ആണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിവേഴ്സിറ്റി എക്സാമിന് സബ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഈ ഡെറിവേഷനും പ്രോബ്ലം കൂടി വരിക. അതായത് ഡെറിവേഷനും ആ ഡെറിവേഷൻ്റെ താഴെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് അതിലുള്ള ഒരു പ്രോബ്ലം ഉണ്ടാകും. അത് എയർ വെഡ്ജ് ആണെങ്കിലും ന്യൂട്ടൺസ് റിങ് ആണെങ്കിലും ഇൻറ്റർഫറൻസ് ഇൻ തിൻ ഫിലിംസ് ആണെങ്കിലും അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ അത് വൃത്തിക്ക് പഠിച്ചോണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നതെന്ന്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. In Newton's ring experiment, the diameter of 4th and 12th dark bands are 0.4 cm and 0.7 cm respectively. Calculate the diameter of 20th dark ring. Okay, അതായത് ന്യൂട്ടൺസ് റിംഗ് എക്സ്പെരിമെൻറ്റിൽ റിങ്സ് ആണ് ഫോം ചെയ്യാൻ നമ്മൾ പറഞ്ഞു. അതിൽ 4th റിങ്ങിൻ്റെ ഡയമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 0.4 cm. 12th ഡാർക്ക് റിങ്ങിൻ്റെ ഡയമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 0.7 cm അല്ലേ. നമ്മളോട് 20th ഡാർക്ക് റിങ്ങിൻ്റെ ഡയമീറ്റർ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അതായത് യു ഹാവ് ടു ഫൈൻഡ് D20. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗിവൺ ഡാറ്റാസ് എടുത്ത് എഴുതണം അല്ലേ. അപ്പോൾ ഞാൻ ഗിവൺ ഡാറ്റാസ് എടുത്ത് എഴുതാൻ പോവാണ്. D4 ദാറ്റ് ഈസ് 4th ബാൻഡിൻ്റെ ഡയമീറ്റർ ഈസ് ഗിവൺ ആസ് 0.4 cm അല്ലേ. അപ്പോൾ നമ്മൾ SI യൂണിറ്റിലോട്ട് ആക്കുവാണ്. ദാറ്റ് ഈസ് 0.4 × 10⁻² മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അതേപോലെ D12 നമുക്ക് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 0.7 cm. നമ്മൾ SI യൂണിറ്റിലോട്ട് മാറ്റുമ്പോൾ 0.7 × 10⁻² മീറ്റർ അല്ലേ. യു ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് D20. 20th ഡാർക്ക് റിങ്ങിൻ്റെ ഡയമീറ്ററാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ എഴുതാൻ പോവാണ്. ഇക്വേഷൻ എന്തായിരുന്നു? DN is equal to nth ഡാർക്ക് റിങ്ങിൻ്റെ ഇക്വേഷൻ DN is equal to √4RN ലാംഡയാണ് അല്ലേ. √4RN ലാംഡ, where R is the radius of curvature, N is the order of band and lambda is the wavelength used അല്ലേ. ഇതിൽ നമുക്ക് ലാംഡ തന്നിട്ടില്ല, അപ്പോൾ നമ്മൾ ആറും തന്നിട്ടില്ല അല്ലേ. അതിന് പകരം നമുക്ക് തന്നേക്കുന്നത് D4ഉം D12ഉം തന്നേക്കണേ. ഇനി നമ്മൾ ഈ ഫസ്റ്റത്തെ കേസ് D4 എന്നുള്ള കേസ് നമ്മൾ ചെയ്യാൻ പോവാണ്. അതിൻ്റെ ഇക്വേഷൻ എഴുതാൻ പോവാണ്. 4th ഡാർക്ക് റിങ്ങിൻ്റെ ഇക്വേഷനിൽ നോക്കുമ്പോൾ എന്നിൻ്റെ വാല്യൂ എത്രയാണ് നമ്മൾ എടുക്കുക? 4 എടുക്കും അല്ലേ. എന്നിൻ്റെ വാല്യൂ 4 ആണ്. സോ വി ക്യാൻ റൈറ്റ് D4 is equal to √4 × R × എന്നിന് പകരം എന്തെഴുതും? 4 × ലാംഡയും നമുക്കറിയില്ല അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് എന്ത് കിട്ടും? √16R ലാംഡ എന്ന് കിട്ടൂലേ. ദാറ്റ് ഈസ് ഗിവൺ ആസ് വാട്ട്? 0.4 × 10⁻² എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിന് എന്ത് കിട്ടും? √R ലാംഡൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ലേ? ദാറ്റ് ഈസ് √R ലാംഡ ഈസ് ഈക്വൽ ടു 0.4 × 10⁻² ഡിവൈഡ് ബൈ √16 എന്ന് കിട്ടും. ദാറ്റ് ഈസ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്. √16 ഈസ് 4. സോ വി വിൽ ഗെറ്റ് ദ ആൻസർ ആസ് എത്ര കിട്ടുക? 10⁻³ എന്ന് കിട്ടും. എന്തിൻ്റെ വാല്യൂ? √R ലാംഡൻ്റെ വാല്യൂ. ഓക്കെ, ഇനി നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്ങനെ? D20യുടെ വാല്യൂ. അപ്പോൾ D20 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ എഴുതാൻ അറിയാം. അവിടെ എന്നിൻ്റെ വാല്യൂ എത്ര വരും? 20 എന്ന് വരും. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് D20 ഇക്വേഷൻ ആസ് √4R. എന്നിൻ്റെ പകരം എന്താ എഴുതുക? 20 എഴുതും അല്ലേ. 20 × ലാംഡ എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചേക്കണം. അപ്പോൾ നമ്മൾ എന്തിനു എഴുതും? √4 × 20 × √R ലാംഡ എന്ന് വരും അല്ലേ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ we will get the answer as എന്താ 8.94. കാൽക്കുലേറ്ററിന് അത് ചെയ്ത് നോക്കുക.
8.94 ഇൻറ്റു റൂട്ട് ആർ ലാംഡൻ്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടിയിരിക്കണേ 10⁻³ നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ ആ 10⁻³ കിട്ടും അല്ലേ. 3 മീറ്ററാണ് എന്ത് 20th ഡാർക്ക് റിങ്ങിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഫോർ ഒരു എക്സ്ട്രാ ആയിട്ട് അവർ എന്ത് തന്നിട്ടുണ്ട്, ഒരു D12 കൂടി തന്നിട്ടുണ്ട്. ആ D12ൻ്റെ ആവശ്യം നമുക്കുണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്താൽ മതി അല്ലേ. 4th റിങ്ങിൻ്റെയോ അല്ലെങ്കിൽ 12th ഡാർക്ക് റിങ്ങിൻ്റെയോ ഇക്വേഷൻ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്താൽ തന്നെ വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് റൂട്ട് ആർ ലാംഡ. ആ റൂട്ട് ആർ ലാംഡൻ്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, 20th ഡാർക്ക് റിങ്ങിൻ്റെ ഡയമീറ്റർ കിട്ടും. ഓക്കെ, അപ്പം ഇത് നോക്കിയിട്ട് ഞാൻ ചെയ്തത് നോക്കിയിട്ട് സ്വന്തമായിട്ട് നാട്ടിൽ എഴുതിയെടുക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ ആൻ എയർ വെഡ്ജ് uniform fringes are observed when a wire of 0.05 millimeter diameter is placed at a distance of 15 centimeter from the edge for the monochromatic light of lambda equal to 6000 Armstrong. Calculate fringe width. അല്ലേ, ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. എയർ വെഡ്ജിൻ്റെ ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പോൾ നമുക്ക് അറിയാം എയർ വെഡ്ജ് എന്ന് പറഞ്ഞാൽ 2 പാരലൽ പ്ലേറ്റ്സ് ഇങ്ങനെ ഒരൊറ്റ ഇങ്ങനെ കൂട്ടിമുട്ടി വെച്ചേക്കുന്ന ഷേപ്പിനാണ് നമ്മൾ എയർ വെഡ്ജ് എന്ന് പറയാം അല്ലേ. അപ്പോൾ ഈ എയർ വെഡ്ജിന് ഇവിടെ ഒരു ആംഗിൾ ഓഫ് വെഡ്ജ് ഉണ്ടാവും, ദാറ്റ് ഈസ് തീറ്റ. ദെൻ നമ്മളൊരു വയർ, നമ്മളതിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു, അതിൻ്റെ വയറിൻ്റെ തിൻ വയറിൻ്റെ നമ്മളെ മുടി പോലുള്ള വളരെ ചെറിയ തിന്നായിട്ടുള്ള വയറിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മളിവിടെ ഒരു വയർ പ്ലേസ് ചെയ്ത് വെച്ചേക്കുവാണെന്നുണ്ടെങ്കിൽ ആ വയറിൻ്റെ ഡയമീറ്റർ ഇവിടെ വരും അല്ലേ. ആ ഫിലിമിൻ്റെ തിക്നെസ് ആണ് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ. ആൻഡ് ഈ എൻഡിൽ നിന്ന് ഈ വയർ വെച്ചെടുത്തോട്ടുള്ള ദൂരമാണ് L എന്ന് പറഞ്ഞാൽ അല്ലേ. ഇതാണ് നമ്മൾ പഠിച്ചത്. ആൻഡ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ ഗിവൺ ഡാറ്റാസ് എടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് എന്താ പറഞ്ഞിങ്ങനെ എയർ വെഡ്ജിൽ യൂണിഫോം ഫ്രിഞ്ചസ് നമുക്ക് കിട്ടി. എപ്പോൾ, പിന്നെ വയർ ഓഫ് 0.05 millimeter ഡയമീറ്റർ വെച്ചപ്പം അല്ലേ, അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 15 centimeter ഫ്രം ദ എഡ്ജ്. അപ്പം എല്ലിൻ്റെ വാല്യൂ ആണ് എന്ത് തന്നേക്കണത്, 15 centimeter എന്ന് തന്നേക്കണത് അല്ലേ. അതായത് അറ്റത്തൂന്ന് 15 centimeterലാണ് എന്ത് ചെയ്യുന്നത്, വയർ പ്ലേസ് ചെയ്യുന്നത്. സോ നമുക്ക് എല്ലിൻ്റെ വാല്യൂ 15 centimeter എന്ന് കിട്ടി. നമ്മൾ SI യൂണിറ്റിലോട്ടാക്കണം. സോ സെൻറ്റിമീറ്ററിനെ മീറ്ററിലാക്കാൻ പോവാണ്. 15 × 10⁻², മീറ്റർ എല്ലിൻ്റെ വാല്യൂ കിട്ടി അല്ലേ. ദെൻ നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് തന്നേക്കുന്നത് ഡയമീറ്റർ തന്നിട്ടുണ്ട്, ആ വയറിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്. D ഈസ് ഗിവൺ ആസ് വാട്ട് 0.05 millimeter എന്ന് തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ എന്താക്കണം, അതിനെ മീറ്ററിലോട്ട് മാറ്റണം. സോ വി വിൽ ഗെറ്റ് 0.05 × 10⁻³ മീറ്റർ എന്ന് കിട്ടും അല്ലേ. പിന്നെ നമുക്ക് എന്താ എക്സ്ട്രാ തന്നിട്ടുള്ളത്, പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത് തന്നിട്ടുണ്ട് അല്ലേ. യൂസ് ചെയ്യുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത് എത്രയാ, ലാംഡ. ദാറ്റ് ഈസ് ലാംഡ ഈസ് ഗിവൺ ആസ് 6000 Armstrong എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ആംസ്ട്രോങ്ങിൻ്റെ മീറ്ററിലോട്ടാക്കാൻ നമുക്കറിയാം, ദാറ്റ് ഈസ് 6000 × 10⁻10 മീറ്റർ എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഇതാണ് നമ്മളെ ഗിവൺ ഡാറ്റാസ്. ഇനി നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്, കാൽക്കുലേറ്റ് ദ ഫ്രിഞ്ച് വിഡ്ത്ത്. നമുക്ക് ഫ്രിഞ്ച് വിഡ്ത്താണ് അല്ലെങ്കിൽ ബാൻഡ് വിഡ്ത്താണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ബാൻഡ് വിഡ്ത്തിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, സോ വി ക്യാൻ റൈറ്റ് ബാൻഡ് വിഡ്ത്ത് ബീറ്റ ഈക്വൽ ടു അല്ലേ. ബാൻഡ് വിഡ്ത്തിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ബീറ്റയാണ്. വി ഹാവ് ദ ഇക്വേഷൻ ആസ് ബീറ്റ ഈസ് ഈക്വൽ ടു വാട്ട്, L lambda divided by 2D അല്ലേ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ, L lambda divided by 2D, where L is the length from the edge and lambda is the wavelength of light used and D is the diameter of the wire അല്ലേ. സോ വി വിൽ ഗെറ്റ് ബീറ്റ ഈസ് ഈക്വൽ ടു L lambda divided by 2D എന്ന് കിട്ടും. ആൻഡ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എല്ലാ വാല്യൂസ് എല്ലിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, ഡിയുടെ വാല്യൂ തന്നിട്ടുണ്ട്, ലാംഡയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. പക്ഷെ ഇതൊന്ന് മനസ്സിലാക്കി ഈ ഇക്വേഷൻ എഴുതാനാണ് നമുക്ക് സമയം എടുക്കാം. ഓക്കെ, അപ്പം ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനൊന്നുമില്ല, ട്വിസ്റ്റിംഗ് ഒന്നുമില്ല. അപ്പം നമ്മൾ എല്ലിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ദാറ്റ് ഇസ് 15 × 10⁻². ദെൻ ലാംഡയുടെ വാല്യൂ ദാറ്റ് ഈസ് 6000 × 10⁻10. ദെൻ ഡിവൈഡഡ് ബൈ വാട്ട്, ഡിയുടെ വാല്യൂ നമുക്ക് എത്രയാണ് തന്നിരിക്കണേ, 0.05 × 10⁻³ അല്ലേ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ കിട്ടുക നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ. ആൻഡ് കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക, 9 × 10⁻⁴ എന്തായിരിക്കും യൂണിറ്റ്,
മീറ്റർ ആയിരിക്കും അല്ലേ, ബാൻഡ് വിഡ്ത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. സോ വി വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 9 × 10⁻⁻⁴ മീറ്റർ. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ഫൈനൽ ആൻസർ എഴുതുമ്പോൾ യൂണിറ്റ് എഴുതാൻ മറക്കരുത്. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ യൂണിറ്റിന് സെപ്പറേറ്റ് മാർക്ക് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ യൂണിറ്റ് എഴുതാൻ മറക്കരുത്. ബാൻഡ് വിഡ്ത്ത് ആയതുകൊണ്ട് നമ്മൾ എന്ത് എഴുതി, യൂണിറ്റ് മീറ്റർ എഴുതി. സോ 9 × 10⁻⁴ മീറ്റർ ആണ് നമ്മുടെ ആൻസർ കിട്ടുക. സിമ്പിൾ അല്ലേ? അപ്പം കൺസെപ്റ്റ് അറിഞ്ഞാൽ മതി. ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. The next question, Newton's rings are observed using reflected light of wavelength lambda is equal to 5900 angstrom. Find the radius of curvature of the lens and thickness of air film at the position of 10th dark ring whose diameter is 0.5 centimeter. അല്ലേ? അപ്പോൾ നമ്മൾ ന്യൂട്ടൺസ് റിങ്ങിൻ്റെ പ്രോബ്ലം ആണ്. ന്യൂട്ടൺസ് റിങ്ങിൻ്റെ പ്രോബ്ലത്തിൽ നമ്മൾ യൂസ് ചെയ്ത ലൈറ്റിൻ്റെ വേവ് ലെങ്ത് ആണ് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് 5900 ആംസ്ട്രോം അല്ലേ? ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വി ഹാവ് ടു ഫൈൻഡ് വാട്ട് ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ലെൻസ്. നമ്മൾ യൂസ് ചെയ്ത, അതായത് നമ്മൾ അറിയാം ന്യൂട്ടൺസ് റിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാനോ കോൺവെക്സ് ലെൻസും ഒരു ഗ്ലാസ് പ്ലേറ്റും കൂടി ഫോം ചെയ്ത ഈ അപ്പാരറ്റസിനെയാണ് നമ്മൾ ന്യൂട്ടൺസ് റിങ് എന്ന് പറയുക. സോ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലാനോ കോൺവെക്സ് ലെൻസിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചറും വേണം, അതേപോലെ തിക്നെസ് ഓഫ് എയർ ഫിലിം, ഈ എയർ ഫിലിമിൻ്റെ തിക്നെസ്സും വേണം അറ്റ് ദ പൊസിഷൻ ഓഫ് 10th ഡാർക്ക് റിംഗ് ഹൂസ് ഡയമീറ്റർ ഈസ് 0.5 സെൻറ്റിമീറ്റർ. അതായത് 10th ഡാർക്ക് റിംഗ് ഉണ്ടാവണം. നമ്മളൊക്കെ അറിയാം, ഇങ്ങനെയാണ് നമുക്ക് ന്യൂട്ടൺസ് റിംഗ് പ്രൊഡ്യൂസ് ചെയ്യുക. ഈ ന്യൂട്ടൺസ് റിങ്ങിൻ്റെ 10th ഡാർക്ക് റിങ്ങിൻ്റെ 10ാമത്തെ റിങ്ങിൻ്റെ അതിൻ്റെ ഡയമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് 0.5 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ആ ഡയമീറ്ററിൻ്റെ ഭാഗത്തുള്ള എയർ ഫിലിമിൻ്റെ തിക്നെസ്സാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗിവൺ ഡാറ്റാസ് എഴുതാൻ പോവാണ്. യൂസ് ചെയ്യുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത് തന്നേക്കുന്നത് ലാംഡ ആസ് 5900 ആംസ്ട്രോം അല്ലേ? ആംസ്ട്രോങ്ങിനെ മീറ്ററിലോട്ടാക്കണം. 5900 × 10⁻⁻10 മീറ്റർ. ഓക്കെ, പിന്നെ നമുക്ക് എന്താ തന്നേക്കുന്നത്, 10th ഡാർക്ക് റിങ്ങിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് 0.5 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പം D10 ആണ് തന്നേക്കുന്നത്. D10 ഈസ് ഗിവൺ ആസ് 0.5 സെൻറ്റിമീറ്റർ. ദാറ്റ് ഇസ് ഈക്വൽ ടു മീറ്ററിലോട്ടാക്കുമ്പോൾ 0.5 × 10⁻⁻2 മീറ്റർ. ഓക്കെ, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് രണ്ട് സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ലെൻസ്, ദാറ്റ് ഇസ് ക്യാപിറ്റൽ R വേണം. അതേപോലെ തിക്നെസ് ഓഫ് ദ എയർ ഫിലിം വേണം. അത് D10 ഉള്ളിടത്ത് അല്ലെങ്കിൽ 10th ഡാർക്ക് റിംഗ് ഉള്ളിടത്ത് എന്ത് വേണം, അതിൻ്റെ എയർ ഫിലിമിൻ്റെ തിക്നെസ് എന്താണെന്നും കൂടി കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇക്വേഷൻസ് യൂസ് ചെയ്യാൻ പോവാണ്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിത് കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ അറിയണം അല്ലേ? D10 ഈസ് വോട്ട്, D10 is equal to 10th dark ring in the equation. D10 is equal to √4RN lambda അല്ലേ? നമുക്കറിയാം 10th dark ring in the equation 4RN lambda. ഇതിൽ എന്നിൻ്റെ വാല്യൂ എത്രയാ, 10 എന്നാണ്. ലാംഡയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ദാറ്റ് ഈസ് D10 എത്രയാ, 0.5 അല്ലേ? സോ 0.5 × 10⁻⁻2 is equal to √4 × R × എന്നിൻ്റെ വാല്യൂ 10. 10 × lambda is 5900 × 10⁻⁻10 മീറ്റർ അല്ലേ? ഇത് ചെയ്താൽ നമുക്കിതിനെ നോക്കി ഇതെല്ലാം നമുക്കറിയാം. ഇവിടെ അറിയാത്തതെന്ന് മാത്രമേ ഉള്ളൂ, R മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, R-ൻ്റെ വാല്യൂ കിട്ടും. R-ൻ്റെ വാല്യൂ എത്ര കിട്ടുക, കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ വി വിൽ ഗെറ്റ് ദ R ആസ് ദാറ്റ് ഈസ് 1.059 എന്ന് കിട്ടും. ഓക്കെ, ഇത് ഞാൻ മാത്സിൻ്റെ സിംപ്ലിഫിക്കേഷൻ ഞാൻ ചെയ്യുന്നില്ല. നിങ്ങൾ നോട്ട് ചെയ്യുമ്പോൾ മാത്സിൻ്റെ സിംപ്ലിഫിക്കേഷൻ ചെയ്യണം. ദാറ്റ് ഈസ് ഇതിൻ്റെ റൂട്ട് ആദ്യം കളയണം, അല്ലെങ്കിൽ ഇതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്ത് റൂട്ട് എടുക്കണം. റൂട്ട് R-ൻ്റെ വാല്യൂ ആണ് കിട്ടുക. R-ൻ്റെ വാല്യൂ അതിനകത്തൊന്ന് കാണണം. വേണ്ട, നിങ്ങൾക്കൊന്നും വേണ്ട. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് എങ്ങനെയാണോ R സോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്നത് അതേപോലെ R സോൾവ് ചെയ്തെടുക്കുക. ദെൻ വി വിൽ ഗെറ്റ് ദ R ആസ് 1.059 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്, ടിയുടെ വാല്യൂ വേണം അല്ലേ? ആ എയർ ഫിലിമിൻ്റെ തിക്നെസ്സിൻ്റെ വാല്യൂ വേണം. അപ്പോൾ ടിയുടെ വാല്യൂ നമുക്കറിയാം. ടിയുടെ വാല്യൂ ടിയും ആറും ഡിയും ഒക്കെ ഉള്ളൊരു ഇക്വേഷൻ നമുക്കറിയാമല്ലോ. എന്തായിരുന്നു, തിക്നെസ് ഈസ് R² / 2 × ക്യാപിറ്റൽ R അല്ലേ? ഇവിടെ R എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് nth റിംഗ് ആണ്. നമുക്കുള്ളത് ഡയമീറ്റർ ഓഫ് nth റിംഗ് ആണ് അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡയമീറ്റർ ഓഫ് nth റിങ്ങിൻ്റെ പകുതിയാക്കണം. ദാറ്റ് ഈസ് 0.05 അല്ല, 0.5 × 10⁻⁻2 ഡിവൈഡഡ് ബൈ 2 അല്ലേ? അപ്പോൾ ഡയമീറ്റർ നമ്മൾ റേഡിയസ് ആക്കി
ഹോൾ സ്ക്വയർ, ഈ 2നും ഉണ്ട് സ്ക്വയർ, ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു ക്യാപിറ്റൽ ആറിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 1.059 എന്ന് കിട്ടി. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടിയുടെ വാല്യൂ 2.95 ഇൻറ്റു 10⁻⁻6 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ തിക്നെസ് ആണ്, സോ ദ യൂണിറ്റ് ഈസ് മീറ്റർ. ഇവിടെ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്, സോ ദ യൂണിറ്റ് ഈസ് മീറ്റർ. ഓക്കെ, അപ്പോൾ നമ്മളെ ഫൈനൽ ആൻസറിൻ്റെ ഇക്വേഷൻ നമുക്ക് യൂണിറ്റും കൂടി എഴുതണം. ദാറ്റ് ഇസ് 1.059 മീറ്റർ എന്നും 2.95 ഇൻറ്റു 10⁻⁻6 മീറ്റർ എന്നും കിട്ടും. ഓക്കെ, ഇവിടെ ഞാൻ സിംപ്ലിഫിക്കേഷൻ ചെയ്തിട്ടില്ല, നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ആൻസർ എഴുതാം കേട്ടോ. ഓക്കെ, the next question, in an air wedge illuminated by lambda equal to 6000 Armstrong, 10 fringes are seen in 1 centimeter. Find the angle of wedge. അല്ലേ, ആ ക്വസ്റ്റ്യൻ നോക്കി. നമുക്കറിയാം എയർ വെഡ്ജ് എന്ന് പറഞ്ഞാൽ 2 ഗ്ലാസ് പ്ലേറ്റ് വെച്ചിട്ടുള്ള അപ്പാരറ്റസ് ആണ്. ആൻഡ് ഹിയർ ദ ആംഗിൾ ഓഫ് വെഡ്ജ് ഈസ് തീറ്റ ആൻഡ് വി വിൽ ഗെറ്റ് ആൻ ഇൻറ്റർഫറൻസ് ഫ്രിഞ്ചസ് ലൈക്ക് ദിസ്. അല്ലേ, നമ്മൾ പറഞ്ഞു യൂണിഫോം റെക്ടാങ്കുലർ ഫ്രിഞ്ചസ് ആണ് കിട്ടുക. ഓൾട്ടർനേറ്റ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ബാൻഡ് ആയിരിക്കും. എല്ലാ ഡാർക്ക് ബാൻഡിനും എല്ലാ ബ്രൈറ്റ് ബാൻഡിനും എന്തായിരിക്കും? ഒരേ തിക്നെസ് ആയിരിക്കും എന്ന് പറഞ്ഞു ആണല്ലോ. ഇനി നമുക്ക് തന്നേക്കുന്നത് ക്വസ്റ്റ്യനകത്ത് തന്നേക്കുന്നത് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത് ലാംഡ ഈസ് ഗിവൺ ആ 6000 ആംസ്ട്രോങ്. 6000 ആംസ്ട്രോങ് ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ പറഞ്ഞേക്കുന്നത് 10 ഫ്രിഞ്ചസ് ആർ സീൻ ഇൻ 1 സെൻറ്റിമീറ്റർ. 1 സെൻറ്റിമീറ്ററിൽ, ഇതിൻ്റെ നീളം 1 സെൻറ്റിമീറ്ററിൽ 10 ഫ്രിഞ്ചുകൾ ഉണ്ട് എന്ന്. അതായത് 10 ബാൻഡ്സ് ഉണ്ട്, ഡാർക്ക് ബാൻഡും ബ്രൈറ്റ് ബാൻഡുമായിട്ട് 10 ബാൻഡ്സ് ഉണ്ട് ഒരു സെൻറ്റിമീറ്റർ നീളത്തിൽ. സോ ബീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് എത്തുന്ന ഒരു ബാൻഡിൻ്റെ നീളം കിട്ടൂലേ? ഒരു ബാൻഡ് വിഡ്ത്ത് എത്രയാണെന്ന് കിട്ടൂലേ? അതായത് ഒരു ബാൻഡിന് എത്ര വിഡ്ത്ത് ഉണ്ടെന്ന് കിട്ടൂലേ? ഒരു സെൻറ്റിമീറ്ററിൽ, ഈ മൊത്തം 1 സെൻറ്റിമീറ്ററിൽ 10 ബാൻഡുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഒരു ബാൻഡിൻ്റെ വിഡ്ത്ത് കിട്ടുക? അതിന് എന്ത് ചെയ്താൽ മതി? 1 സെൻറ്റിമീറ്ററിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ബാൻഡിൻ്റെ വിഡ്ത്ത് കിട്ടൂലേ? സോ വി വിൽ ഗെറ്റ് ബീറ്റ ആസ്, ദാറ്റ് സെൻറ്റിമീറ്റർ ആണ്, അതുകൊണ്ട് മീറ്ററിലോട്ടാക്കി 10⁻⁻2 ഡിവൈഡ് ബൈ 10 എന്ന് കിട്ടും. ബീറ്റ നമുക്ക് എത്ര കിട്ടും? 10⁻⁻3 മീറ്റർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഒരു ബാൻഡിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 10⁻⁻3 മീറ്റർ ആണ് അല്ലേ. ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നത് ഫൈൻഡ് ദ ആംഗിൾ ഓഫ് വെഡ്ജ്. നമ്മളോട് പറഞ്ഞേക്കുന്നത് ഈ ആംഗിൾ ഓഫ് വെഡ്ജ്, ഈ വെഡ്ജ് ഷേപ്പ് ഫിലിമിൻ്റെ ആംഗിളാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ബീറ്റയാണ് അറിയാം അല്ലേ. അപ്പോൾ നമുക്ക് ബീറ്റയും ലാംഡയും വെച്ചിട്ട് നമുക്ക് തീറ്റയുടെ വാല്യൂ ഇക്വേഷൻ അറിയാലോ. ദാറ്റ് ഈസ് ടാൻ തീറ്റ ഈക്വൽ ടു എന്താ? ലാംഡ ഡിവൈഡഡ് ബൈ 2 ബീറ്റ അല്ലേ. ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ കിട്ടിയേ? ബീറ്റയുടെ ഇക്വേഷൻ നമുക്കറിയില്ലേ? ബീറ്റ ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡ് ബൈ 2 ടാൻ തീറ്റ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഡെറിവേഷൻ ഒന്ന് മറിച്ച് നോക്കി. ബീറ്റ ഈക്വൽ ടു ലാംഡ ഡിവൈഡ് ബൈ 2 ടാൻ തീറ്റ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അതിനകത്തുനിന്നാണ് ഞാൻ ഈ ടാൻ തീറ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ബീറ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പം എന്ത് കിട്ടി? ടാൻ തീറ്റ ഈക്വൽ ടു ലാംഡ ഡിവൈഡ് ബൈ 2 ബീറ്റ എന്ന് കിട്ടി. ഇതിൽ ലാംഡയുടെ വാല്യൂ നമുക്കറിയാം, ദെൻ ബീറ്റയുടെ വാല്യൂ നമുക്കറിയാം. സോ ലാംഡയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ദാറ്റ് ഇസ് 6000. 6000 എന്താക്കണം? ആംസ്ട്രോങ് മാറ്റി മീറ്റർ ആക്കണം അല്ലേ. അപ്പോൾ 10⁻⁻10 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ബീറ്റയുടെ വാല്യൂ എത്രയാ? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് 10⁻³ അല്ലേ. അപ്പോൾ നമുക്ക് ടാൻ തീറ്റൻ്റെ വാല്യൂ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? ദാറ്റ് ഇസ് 3 ഇൻറ്റു 10⁻⁻4 എന്ന് കിട്ടും. ഇത് ടാൻ തീറ്റയാണ് കേട്ടോ. നിങ്ങൾ എന്താ ചെയ്യാന്നറിയാമോ? ഈ യൂണിവേഴ്സിറ്റി എക്സാമിന് ഈ പ്രോബ്ലം വന്നാൽ ടാൻ തീറ്റ വേറെ ചെയ്ത് വെച്ചിട്ട് പോകും. ഇത്രേ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക്. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ ആംഗിൾ ഓഫ് വെഡ്ജാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തീറ്റ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ടാൻ തീറ്റയാണ് കിട്ടിയിരിക്കണേ. അപ്പോൾ തീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ടാൻ ഇൻവേഴ്സ് ചെയ്യണം അല്ലേ. ടാൻ ഇൻവേഴ്സ് ഓഫ് 3 ഇൻറ്റു 10⁻⁻4 ചെയ്യുക. വി വിൽ ഗെറ്റ് തീറ്റ ആസ് 0.017 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ തീറ്റ. ആംഗിൾ ഓഫ് വെഡ്ജ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വെഡ്ജ് ഷേപ്പ് ഫിലിമിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ 0.017 ആണ്. ഓക്കെ, അപ്പോൾ ചെയ്ത് നോക്കുക. ഇത് സിമ്പിൾ പ്രോബ്ലംസ് ആണ്. ഇനി ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്കിനകത്ത് ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ ബാങ്കിനുള്ള ഞാൻ ക്വസ്റ്റ്യൻ ബാങ്ക് ഇട്ട് തരാം ഗൂഗിൾ ക്ലാസ് റൂമിൽ. അത് ഓരോന്നും ചെയ്തിട്ട് സ്വന്തമായിട്ട് ചെയ്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.